എജ്യൂലൈറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ലിറ്റിൽ കൈസുമായി ബന്ധപ്പെട്ട ചില പ്രധാന വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ഈ വീഡിയോ കാണുന്നവർ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലിറ്റിൽ കൈസിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ അസൈൻമെൻറ്റും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക. ലിറ്റിൽ കൈസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ റിസോഴ്സുകൾ എവിടെ നിന്ന് ലഭിക്കുന്നുവെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ഈ വീഡിയോയിൽ ഇപ്പോൾ 9ാം ക്ലാസ് പഠിക്കുന്ന ലിറ്റിൽ കൈസിൽ അംഗമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലിറ്റിൽ കൈസ് ക്ലാസുകൾ ഫസ്റ്റ് ബെൽ മാതൃകയിൽ വിക്ടേഴ്സിൽ 2020 ഒക്ടോബർ 17 ആരംഭിക്കുന്നു. അപ്പോൾ വിക്ടേഴ്സിൽ ഇപ്പോൾ വരുന്ന ക്ലാസുകൾ 2019-22 ബാച്ചിലുള്ള വിദ്യാർത്ഥികൾക്ക് ആയിട്ടുള്ളതാണ്. അവർ ആ വരുന്ന ക്ലാസുകൾ സശ്രദ്ധം മനസ്സിലാക്കുകയും നോട്ടുകൾ രേഖപ്പെടുത്തുകയും പിന്നീടുള്ള ആവശ്യങ്ങൾക്കായി അത് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, COVID-19 നിർദ്ദേശങ്ങൾ പാലിച്ചു മാത്രമേ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ 9ാം തരത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള റുട്ടീൻ ക്ലാസുകളും എക്സ്പേർട്ട് ക്ലാസുകളുമാണ് ഫസ്റ്റ് ബെൽ മാതൃകയിൽ ആരംഭിക്കുന്നത്. ഈ ക്ലാസുകൾ വിക്ടേഴ്സ് ചാനൽ വഴിയാണ് സംപ്രേഷണം ചെയ്യുന്നത്. വിക്ടേഴ്സ് ചാനൽ വഴി ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാകുന്നതാണ്. ലൈവ് ടെലികാസ്റ്റ് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ സാധിക്കാത്തവർക്കായി യൂട്യൂബ് ചാനൽ ഉപയോഗിച്ചുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഈ ക്ലാസുകൾ കാണാവുന്നതാണ്. ക്ലാസുകളുടെ സമയക്രമം ഇനി പറയുന്ന പ്രകാരമാണ്. ആദ്യം ആനിമേഷൻ ക്ലാസുകളാണ് ആരംഭിക്കുന്നത്. ഒന്നാമത്തെ ആനിമേഷൻ ക്ലാസ് 17ാം തീയതി രാവിലെ 11 മണിക്ക് സംപ്രേഷണം ചെയ്യുന്നു. അടുത്ത ക്ലാസ് 31/10/2020 മൂന്നാമത്തെ ക്ലാസ് 7/11/2020 രാവിലെ 11 മണിക്ക് സംപ്രേഷണം ചെയ്യുന്നു. തുടർന്നുള്ള ക്ലാസുകളുടെ വിവരം നിങ്ങളെ യഥാസമയം അറിയിക്കുന്നതാണ്. ഓരോ അംഗത്തിൻ്റെയും ക്ലാസിൻ്റെ ഹാജരും പങ്കാളിത്തവും കൃത്യമായി സൂക്ഷിക്കേണ്ടതും രേഖപ്പെടുത്തേണ്ടതുമാണ്. ഇവ തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങളുണ്ടെങ്കിൽ അവയും ശേഖരിച്ചു വെച്ച് മൂല്യനിർണ്ണയം നടത്തേണ്ടതാണ്. അംഗങ്ങളുടെ ഹാജർ വിശദാംശങ്ങൾ കൃത്യമായി ഓൺലൈൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഒരു ക്ലാസ് കഴിഞ്ഞ് അല്പ ദിവസങ്ങൾക്കുള്ളിൽ അത് പിന്നീട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റാതെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനാൽ തന്നെ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവയുടെ ഹാജര് രേഖപ്പെടുത്തി വെക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ തുടർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ റിസോഴ്സുകൾ കൈറ്റ് വെബ്സൈറ്റിലെ ഡൗൺലോഡ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതെപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ബ്രൗസർ തുറന്ന് കൈറ്റ് സൈറ്റ് എൻ്റർ ചെയ്യുക. www.kite.kerala.gov.in ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുക. തുറന്നു വരുന്ന കൈറ്റിൻ്റെ ജാലകത്തിലുള്ള സർവീസസ് എന്ന മെനുവിലെ ഏറ്റവും താഴെയുള്ള ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ്സിൽ ആദ്യം കാണുന്ന പാക്കേജിൽ നിന്നും ലിറ്റിൽ കൈറ്റ് റിസോഴ്സ് ന്യൂ എന്ന പാക്കേജ് തിരഞ്ഞെടുത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇത് സേവ് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്ത ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനായി ഫയൽ തിരഞ്ഞെടുക്കുന്നു.
ഇതാണ് ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുള്ള ഫയൽ. അത് തിരഞ്ഞെടുത്തതിന് ശേഷം അത് കോപ്പി ചെയ്ത് ഡെസ്ക്ടോപ്പിൽ കൊണ്ടുപോയിട്ടു ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ഹിയർ എന്ന് നൽകുക. ലഭിക്കുന്ന ഈ ഫോൾഡറിൽ നമുക്ക് ആവശ്യമുള്ള ഫയലുകൾ, ആനിമേഷൻ ആവശ്യമുള്ള ഫയലുകൾ നൽകിയിട്ടുണ്ട്. ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രവർത്തനങ്ങൾ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകളുമായി വീണ്ടും കാണാം. വീഡിയോകൾ തുടർച്ചയായി ലഭിക്കുന്നതിന് വേണ്ടി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക.